ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ കൂടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ പതിവ് പോലെ തന്നെ ഞാൻ 3 ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതോട് കൂടിയിട്ട് എൻ്റെ കയ്യിലുള്ള വീഡിയോസൊക്കെ ഒന്ന് തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ 54ാമത്തെ ദിവസത്തെ വീഡിയോ ആണ്. രാവിലെ മക്കൾക്ക് ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ. ഒരാൾക്ക് സാൻഡ്വിച്ചും ഒരാൾക്ക് ബ്രെഡ് ന്യൂട്ടെല്ലാം മതി എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് അതൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്കൂളിൽ മെസ്സ് ഉള്ളതുകൊണ്ട് ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ അവിടുന്ന് കിട്ടിക്കോളും. അതുകൊണ്ട് ടെൻഷൻ ഇല്ല കേട്ടോ. ഫുഡും കാര്യങ്ങളൊക്കെ അവിടുന്ന് അവർ പ്രോപ്പറായിട്ട് കഴിച്ചോളും. അങ്ങനെ രാവിലത്തെ യുദ്ധം എന്ന് പറയാൻ പറ്റില്ല, വലിയ യുദ്ധമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, മെസ്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അങ്ങനെ ഫുഡൊന്നും എടുക്കാനും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് വലിയ യുദ്ധമൊന്നും ഇല്ലാണ്ട് രാവിലെ ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ മക്കളെ കൂടെ ഞാൻ വെറുതെ കയറിയിരുന്ന കേട്ടോ. പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഞാൻ മക്കളെ സുജിയാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പം ഞാനും അങ്ങോട്ട് വെറുതെ അങ്ങോട്ട് ജസ്റ്റ് വണ്ടിയിൽ കയറിയിരുന്നു എന്നുള്ളൂ. തിരിച്ചു വരുമ്പോൾ സുജി എന്തായാലും വെറുതെ ഒറ്റയ്ക്ക് വരില്ലേ. അപ്പം ഞാനങ്ങോട്ട് ഇങ്ങനെ ഒപ്പം വെറുതെ ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ആദ്യമൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാനും സുജിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകാറുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ ഡയറ്റിലാണല്ലോ. അപ്പം ഞാൻ അരിഭക്ഷണം ഒന്നും കഴിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ എവിടെയും പോകുന്നില്ല എന്ന് മാത്രം. അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകാറുണ്ട് ഞാൻ സുജീനെ. ഇപ്പം ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ഇപ്പോൾ 1 മാസം കൂടെ അങ്ങോട്ട് കഴിയട്ടെ എന്ന് വിചാരിച്ച് പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു എഗ്ഗാണ്. അപ്പോൾ സുജിക്ക് ഒന്ന് എഗ്ഗ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ സുജിയും ഞാനും ഒരുമിച്ചിരുന്ന് എഗ്ഗൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ടോട്ടോ ഇന്ന് അകത്തേക്ക് ഇങ്ങനെ കയറി വന്നിട്ടുണ്ടായിരുന്നു. ഓന് കിട്ടേണ്ട താമസം ഓന് അകത്തേക്ക് ഇങ്ങനെ കയറി വരും. അപ്പോൾ ഞാൻ കഴിക്കുന്നുണ്ട് ഓനിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ നിന്നപ്പോൾ അവനും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വെയിറ്റ് കാണണ്ടേ, ഇന്നത്തെ 81.70 ആയിരുന്നു. അതിനേക്കാൾ ഇച്ചിരി കൂടിയിട്ടുണ്ട്. എന്നാലും 81 തന്നെ ഇങ്ങനെ നിൽക്കണ കണ്ടപ്പോൾ ഒരു സമാധാനം ഉണ്ട് കേട്ടോ. ഞാൻ ചീറ്റാണല്ലോ, അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും കൂടാം. അപ്പോൾ കൂടുമ്പോൾ ഞാൻ അങ്ങോട്ട് നിർത്താമെന്നുള്ള ഒരു പ്ലാനിലാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. അപ്പോൾ അതൊക്കെയാണ് വെയിറ്റ്. അപ്പോൾ സുജി ഓഫീസിലേക്ക് വരാനുണ്ടല്ലോ. നല്ല മഴ, സത്യം പറഞ്ഞാണ്ടല്ലോ മഴയിലൊക്കെ അങ്ങോട്ട് ചാടി കുളിക്കാൻ തോന്നുന്ന മഴയാണ് കേട്ടോ. അടിപൊളി മഴ. അപ്പോൾ ഞാൻ മുറ്റത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നിന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ സുജി വണ്ടിയിൽ അങ്ങോട്ട് പോണ ആ ഒരു സ്ഥലത്ത് നിന്നിട്ട് എൻ്റെ 1-2 ഫോട്ടോ, മഴയത്ത് നിന്നുള്ള ഫോട്ടോ ഞാൻ അടുപ്പിച്ചു. കുളിച്ചില്ലെങ്കിൽ എന്താ, ഞാൻ ഫോട്ടോ എടുപ്പിച്ചിട്ടോ, സ്റ്റോറിയൊക്കെ ഇടാലോ, അതിന് വേണ്ടിയിട്ട് കേട്ടോ. ഏതായാലും മക്കളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു നല്ല ഫോട്ടോ ഒക്കെ കിട്ടിയാൽ എന്താ പുളിക്കോ. ഇതിപ്പോൾ എന്താ ഈ ഒരു കറി തിന്നണമെന്ന് വെച്ചാൽ ഉച്ചക്കാണ് കേട്ടോ. മമ്മി ഇന്നൊരു കറി വെച്ചതാണ്. വീട്ടിൽ കുറച്ച് ഉരുളക്കിഴങ്ങും കപ്പയും പച്ചക്കായും എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ ഇട്ടിട്ട് കുറച്ച് കോക്കനട്ടും ഇട്ടിട്ടുള്ള ഒരു കറി വെച്ചതാണ്. അപ്പോൾ അതെങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് വെച്ചിട്ട് കുറച്ച് കറി എനിക്ക് ഇങ്ങനെ ബൗളിൽ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിങ്ങനെ കഴിച്ചതാണ്. അപ്പോൾ ഞാനതിങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ പാദസരമാണ് കേട്ടോ. കുറേ കൊല്ലങ്ങളായിട്ടൊരു 10 കൊല്ലമായിട്ട് എൻ്റെ കയ്യിലുള്ള പാദസരമാണ്. ഞാൻ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ലൂസായിട്ട് ഞാൻ ചെരുപ്പ് ഊരുമ്പോൾ വരെ അതിങ്ങനെ ഊരിക്കൊഴിഞ്ഞാടുണ്ട്. അപ്പോൾ സുജി ഇങ്ങനെ പറയുന്നുണ്ട് വേണമെങ്കിൽ അത് കൊടുത്തിട്ട് മാറ്റി വാങ്ങിക്കോ എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി വന്നതാണ് ഞാനും സുജിയും കൂടെ ഇവിടെ. അപ്പോൾ മാറ്റി വാങ്ങുന്നതിൻ്റെ ഇടയിൽ ആണ് മക്കളെ കൂട്ടാൻ ലേറ്റായി എന്നുള്ള വിവരം അറിഞ്ഞത്. അപ്പോൾ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിലാണ് കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് പരിചയക്കാരുള്ളതുകൊണ്ട് അത് അവിടെ കൊടുത്തിട്ട് പാദസരം ഏകദേശം ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചും ചെയ്തു. പിന്നെ ബില്ല് ചെയ്യാനൊക്കെ ഉണ്ട്. പക്ഷെ അത്രയും നേരം നമ്മൾ അവിടെ നിന്നാൽ മക്കൾ കൂട്ടാൻ ലേറ്റാവും, മക്കൾ പേടിച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ അവരെ ഏൽപ്പിച്ച് വന്നതാണ് കേട്ടോ. 3.5 പവൻ്റെ പാസരമായിരുന്നു ആദ്യത്തേത്. അപ്പോൾ 1.5 പവൻ്റെ പാസരാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ ബാക്കിക്ക് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം എന്നുള്ള രീതിയിൽ അതവിടെ വെച്ച് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ മക്കളെ കൂട്ടി പിന്നെ മക്കൾക്ക് എന്തായാലും ഇറങ്ങിയതല്ലേ, അപ്പോൾ മക്കൾക്ക് 1-2 സാധനം വാങ്ങാനുണ്ട്. മക്കൾ ബോക്സിങ്ങിന് ഉണ്ടല്ലോ. അപ്പോൾ മക്കൾക്ക് ഹെഡ് ഗാർഡ് വാങ്ങാനുണ്ട്. അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ബോക്സിങ് സാർ പറഞ്ഞിട്ടുണ്ട് വാങ്ങാൻ എന്നുള്ള രീതിയിൽ. അപ്പം അത് വാങ്ങാൻ കോസ്മോസിൽ പോകണം എന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി കേട്ടോ. അപ്പോൾ അതിനും കൂടി അങ്ങോട്ട് ഈ ഒരു ഇറക്കത്തിൽ അതും കൂടി അങ്ങോട്ട് ചെയ്യാന്നുള്ള രീതിയിൽ ഞങ്ങൾ കോസ്മോസിന് അങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. പക്ഷേ
ആ ഹെഡ് ഗാർഡ് നോക്കി അതിൽ അവർക്ക് ഒന്നും അങ്ങോട്ട് സെറ്റായില്ല കേട്ടോ. കറക്റ്റ് സൈസ് അങ്ങോട്ട് കിട്ടിയില്ല. ഒന്നുകിൽ ചെറുതാവും അല്ലെങ്കിൽ വലുതാവും. കറക്റ്റ് ഫിറ്റിൽ നിൽക്കണമല്ലോ, അതങ്ങോട്ട് റെഡി ആയില്ല കേട്ടോ. പിന്നെ ഇവർ സ്കൂളിൽ സ്വിമ്മിങ്ങിനുണ്ട്, വേണമെങ്കിൽ ചേർത്താൽ മതി. പക്ഷെ അവർ ചേർന്നിട്ടുണ്ട് കേട്ടോ, അവർക്ക് ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള സ്വിമ്മിങ് സൂട്ടും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ അതും കൂടി അങ്ങോട്ട് വാങ്ങാമെന്നുള്ള രീതിയിൽ ആ സ്വിമ്മിങ് സൂട്ടിൻ്റെ സാധനങ്ങൾ, ഗോഗിൾസ്, സ്വിമ്മിങ് ക്യാപ്പ്, ഇതൊക്കെ അതും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സാധനങ്ങളും കാര്യങ്ങളും എല്ലാം വാങ്ങിയിട്ട് തിരിച്ച് ഞങ്ങൾ ചെമ്മണ്ണൂരിൽ പോയി. കുറച്ച് എന്താ പറയുക, എനിക്കൊരു ചെയിന്, എന്താ പറയുക, ഒരു മോതിരം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ബാക്കിക്കുള്ള ഞാൻ പറഞ്ഞല്ലോ, ആ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത്. മമ്മിക്കൊരു മോതിരം കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതാണ് മമ്മീൻ്റെ കൈമേലിട്ടത്. ഇതാണ് എനിക്ക് വാങ്ങിയ ചെയിന്. പിന്നെ ഈ ഒരു മോതിരം, പിന്നെ 2 മോതിരം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 1-2 മോതിരവും ചെയിനും, ബാക്കിയുള്ള എമൗണ്ടൊന്നും കൂട്ടേണ്ടി വന്നില്ല കേട്ടോ. പിന്നെ അങ്ങനെ ഇതൊക്കെയാണ് പിന്നെ വാങ്ങിയത്. ഇതാണ് ഞാൻ പിന്നെ വാങ്ങിയ പാദസരം കേട്ടോ. എനിക്ക് സിമ്പിളേ പറ്റുള്ളൂ, എനിക്ക് ഹെവി ആയിട്ട് പറ്റില്ല. 3.5 പവന് വാങ്ങുമ്പോൾ അവിടെ ഭയങ്കര ഹെവി ആയിട്ടുള്ള പാദസരം അവിടെ പിന്നെ കണ്ടു. എനിക്ക് അങ്ങനെ അത്ര ഹെവി ആയിട്ടുള്ളത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ സിമ്പിളായിട്ട് നോക്കിയപ്പോൾ ഇതുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് വാങ്ങിയത്. പിന്നെ എന്തെങ്കിലും കിട്ടിയാൽ പിന്നെ അതിൻ്റെ ഒരു അഹങ്കാരമായിരിക്കും കേട്ടോ കുറച്ച് സമയത്തേക്ക്. പിന്നെ എല്ലാവരെയും കാണിച്ചു കൊടുക്കുക, എൻ്റെ പുതിയ മല കണ്ടോ, എൻ്റെ പുതിയ മോതിരം കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും വിളിച്ച് കാണിച്ചു കൊടുക്കലും അതിൻ്റെ കലാപരിപാടിയൊക്കെ ആയിരിക്കും കേട്ടോ. ഗ്രൂപ്പിലും വീഡിയോ കോളിലൊക്കെ ആയിട്ട് അപ്പം തന്നെ ഇടുകയും ചെയ്യും. എടുത്തു വെക്കണ ശീലമില്ല, വാങ്ങി അപ്പം തന്നെ അപ്പം ഇടുന്ന സ്വഭാവമാണ് ഉള്ളത്. അപ്പോൾ അതെന്താണെങ്കിലും, ഇപ്പോൾ പ്ലേറ്റ് വാങ്ങുകയാണെങ്കിലും ഗ്ലാസ് വാങ്ങുകയാണെങ്കിലും ഒക്കെ ആണെങ്കിലും ഒരു ബെഡ്ഷീറ്റ് വാങ്ങുകയാണെങ്കിലും എനിക്ക് ഒന്നും എടുത്തു വെക്കണ സ്വഭാവം പണ്ടേ ഇല്ല കേട്ടോ. എനിക്ക് അതൊക്കെ അപ്പം അങ്ങോട്ട് എടുത്ത് ഉപയോഗിക്കുക. ഡ്രസ്സ് വാങ്ങുകയാണെങ്കിലും അടുത്ത് എപ്പോഴാണോ പുറത്ത് പോകുന്നത് അപ്പം അങ്ങോട്ട് ഇടുക, അതൊക്കെയാണ് എൻ്റെ സ്വഭാവം. പിന്നെ അതാ മക്കൾക്ക് സ്കൂൾ വിട്ട് വന്ന് ഫുഡൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ഞാനങ്ങനെ ഇച്ചിരി കഴിക്കുന്നുണ്ട്, അതൊക്കെയാണ് എൻ്റെ കഴിപ്പ്. പിന്നെ പുറത്ത് കണ്ടില്ലേ, നല്ല കാറ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ആ കണ്ണുണ്ടാവും ഞാൻ വിചാരിക്കണം. ഭയങ്കര കാറ്റാണ്, പേടിച്ചു പോണ കാറ്റാണ് കേട്ടോ. ഇന്ന് ട്യൂഷൻ ടീച്ചർ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ പഠിപ്പിക്കുന്നതൊക്കെ. വല്ലാത്തൊരു തലവേദനയാണില്ലേ മക്കളെ പഠിപ്പിക്കാന്ന് പറയുന്നത്. പിന്നെ ചെമ്മണ്ണൂരിൽ നിന്ന് സാധനമൊക്കെ വാങ്ങിയപ്പോൾ അവരൊരു പാനാണ് തന്നത് കേട്ടോ. അപ്പോൾ അത് അൺബോക്സിങ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുകയാണ് കേട്ടോ മക്കൾ. ഒരു ബ്ലാക്കാണ്, ഒരു ഗ്രാഫൈറ്റ് കളറ് ഒരു പാനാണ് കേട്ടോ. ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു പാന്, വലിയ സംഭവമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാത്ത ഒരു പാന്. അത് കഴിഞ്ഞിട്ട് ഒരു റൗണ്ട് മക്കളെ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ ഒരു ലോഡ് ബുക്ക് പൊതിയാനുണ്ടായിരുന്നു. അതൊക്കെ പൊതിഞ്ഞ് എനിക്ക് ജിനു പോണതിന് മുന്നേ എല്ലാം സെറ്റാക്കി തന്നതായിരുന്നു. അതോടുകൂടി ഇതൊക്കെ കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിച്ച് ഞാൻ സമാധാനം അടഞ്ഞതായിരുന്നു. പക്ഷേ അതോടുകൂടി തീർന്നിട്ടില്ല കേട്ടോ. വീണ്ടും ഞാൻ ഒരു 5-8 ബുക്ക് പൊതിയണ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഈ ഒരു ബുക്ക് പൊതിയാന്ന് പറയുന്ന ഒരു ടാസ്ക് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ടാസ്ക്കാണ് കേട്ടോ. ഞാൻ എല്ലാവരും പ്രാഗി പറഞ്ഞുകൊണ്ട് ചെയ്യണ ഒരു കാഴ്ചയാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് മമ്മിക്ക് അറിയാം കേട്ടോ, എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് ഇത് എന്നുള്ളത്. അപ്പോൾ ഞാനിത് ചെയ്യണ കണ്ടിട്ട് മമ്മി കുറച്ച് കൂടിയൊക്കെ തന്നു. ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തപ്പം മമ്മി എനിക്ക് പൊതിഞ്ഞ് തന്നു. പിന്നെ പൊതിഞ്ഞ് തന്നത് ഞാനിങ്ങനെ സെല്ലോ ടേപ്പ് വെച്ചിട്ട്, മക്കൾക്ക് സ്റ്റാപ്പിൾ ചെയ്യണത് അത്ര സേഫ് അല്ലല്ലോ, മക്കളെ കൈമലൊക്കെ കുത്തൂലേ. അപ്പോൾ ഞാനിങ്ങനെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. മമ്മി ഇങ്ങനെ പൊതിഞ്ഞരും, ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുക്കും. ഇതൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തീരെ ഇഷ്ടമില്ല കേട്ടോ. പിന്നെ ഇവർ ഒന്നായിട്ട് അല്ല കേട്ടോ ബുക്ക് തരുന്നത്. വീണ്ടും ഇങ്ങനെ ഓരോരോ ഘട്ടങ്ങളായിട്ട് ഇങ്ങനെ ബുക്ക് തരുന്നത് അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയായിപ്പോയി. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് തീരെ ഇഷ്ടമില്ല ബുക്ക് പൊതിയാന്നുള്ളത്, തീരെ ഇഷ്ടമില്ല. അപ്പോൾ എന്തായാലും ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ചെയ്യണ്ടേ. മക്കൾ ബുക്ക് പൊതിഞ്ഞാൽ എനിക്ക് ഒട്ടും അങ്ങോട്ട് ആ ഒരു കുറച്ചൊരു വൃത്തിയാവും വേണ്ടേ. നമ്മൾ ബുക്ക് പൊതിഞ്ഞിട്ട് എല്ലാ ആഴ്ചയും ഓരോ ബുക്ക് പൊതിയാന്നുള്ളത് ഒരു പോസിബിൾ ആവണ കാര്യമല്ലല്ലോ. അപ്പോൾ അത് കുറച്ച് നീറ്റാവും വേണ്ടേ. അപ്പോൾ അത് പൊതിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ദിവസത്തെ വിശേഷങ്ങളാണ്, അതായത് 55-ാമത്തെ ദിവസത്തെ കാര്യങ്ങളാണ്.
ഞാൻ രാവിലെ തന്നെ സ്കൂളിൽ മക്കൾ പറഞ്ഞേക്കണമല്ലോ, അപ്പോൾ അവർക്ക് ചായ ഉണ്ടാക്കണു. ഇന്ന് ആര്യന് റെയിനുന് രാവിലെ തന്നെ ഫുഡൊന്നും ഇറങ്ങൂല കേട്ടോ. അപ്പോൾ അവനെന്തെങ്കിലും ലൈറ്റായിട്ട് മതി എന്ന് പറയും. അപ്പോൾ ആര്യന് ഇന്ന് ദോശ വേണം, അത് മൈദ ദോശ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് അങ്ങനത്തെ ഒരു വൈബായിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു പാന് കണ്ടോ, ചെറിയൊരു പാന്, അത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് DMart നിന്ന് വാങ്ങിയ അതാണ് കേട്ടോ. അപ്പോൾ അവന് ആര്യന് ഞാൻ കുട്ടി കുട്ടി ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ പാൻ ഞാൻ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഇതുവരെ ഉപയോഗിച്ചിട്ടുമില്ല. അപ്പോൾ ഞാൻ ചെറിയ ഓംലെറ്റോ ബുൾസയൊക്കെ അടിക്കാനുള്ള രീതിയിലൊക്കെ വാങ്ങിയതായിരുന്നു. ഓംലെറ്റ് അടിക്കാനൊക്കെ കറക്റ്റ് പാകമായിരിക്കും കേട്ടോ. അങ്ങനെയൊക്കെ വിചാരിച്ചായിരിക്കും. അതിൻ്റെ വലിപ്പം മനസ്സിലാക്കാത്തോളം എന്നുള്ള രീതിയിൽ ഞാൻ കൊണ്ട് കാണിച്ചു തരാൻ ഉദ്ദേശിച്ചിട്ട് ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. ഇന്നലെ ചെമ്മണ്ണൂരിൽ നിന്ന് കിട്ടിയ പാനിൻ്റെ ഒരു മീഡിയം വലിപ്പമാണല്ലോ, അതിൻ്റെ ഒരു കുറച്ചും കൂടി ചെറുതാണ് ഇതൊരു, കണ്ടോ ആ ഒരു വലിപ്പമാണ്. അപ്പോൾ കുട്ടി കുട്ടി ദോശയൊക്കെ ഉണ്ടാക്കാനും ഓംലെറ്റ് ഉണ്ടാക്കാനൊക്കെ പാകത്തൊരു വലിപ്പമായിരിക്കും കേട്ടോ. വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് DMart നിന്ന് വാങ്ങുമ്പോൾ ഇപ്പോൾ എത്രയാണ് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇങ്ങനെ നല്ല രസത്തിൽ ഇങ്ങനെ ദോശയൊക്കെ ചുട്ടെടുക്കാനൊക്കെ മക്കൾക്ക് ഒക്കെ ഓരോന്നുണ്ടാക്കി കൊടുക്കാനൊക്കെ നല്ല കാണാൻ ഒരു ക്യൂട്ടല്ലേ, പച്ച നിറവും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം മക്കളൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം അങ്ങനെ മക്കളെ വിടുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നല്ല പൊരിച്ച പത്തിരിയൊക്കെയാണ് കേട്ടോ സുജിക്കും വീട്ടിലെല്ലാവർക്കും ഉണ്ടാക്കുന്നത്. ഞാൻ പിന്നെ അതിലേക്കൊന്നും കടന്നില്ല. ഇനി അതും കൂടിയൊക്കെ കഴിച്ചാൽ എൻ്റെ വെയിറ്റ് എവിടെയും നിൽക്കില്ല എന്ന് എനിക്ക് കാര്യം പിടികിട്ടി. അതുകൊണ്ട് ഞാൻ മുട്ടയിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റിലേ ഞാൻ എൻ്റെ കള്ളത്തരം തുടങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മുട്ടയിൽ തന്നെയാണ് തുടങ്ങുന്നത്. പിന്നെ ആമസോണിൽ നിന്ന് ഒരു പാക്കേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാക്കേജ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഓർഡർ ചെയ്ത് തന്നെയാണ്, അല്ലാണ്ട് ഇപ്പോൾ എനിക്കാരപ്പോൾ അതൊക്കെ തരാൻ. പിന്നെ എന്ത് സാധനം ഓർഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം ലിപ്സ്റ്റിക്ക് ഉണ്ടാവും കേട്ടോ. ലിപ്സ്റ്റിക്ക് ഇല്ലാത്തൊരു കളിയില്ല. മെയിനായിട്ട് ഓർഡർ ചെയ്ത സാധനം എന്ന് വെച്ചാൽ ഈ ഒരു ഹുക്കാണ് കേട്ടോ. ഇങ്ങനെ പശയുള്ള ഒരു സാധനമല്ല, വാക്യൂം ചെയ്തിട്ട് ഹുക്ക് ചെയ്യുന്ന സാധനമാണ്. എനിക്ക് ബാട്ടവലൊക്കെ ഇങ്ങനെ ഹുക്ക് ചെയ്തിടാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഞാൻ ഹുക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ലിപ്സ്റ്റിക്കാണ് കേട്ടോ നോക്കണത്, കാരണം കറക്റ്റ് നല്ല ഷെയ്ഡാണോ നോക്കാൻ. അപ്പോൾ ഞാൻ കട്ടി കിട്ടോക്കിയപ്പോൾ കുറച്ച് ഇങ്ങനെ ഹെവി ആയിട്ട് ബ്രൈറ്റ് ആയ പോലെ തോന്നി. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇത്ര ഹെവി ആയിട്ട് ഇടില്ല. പിന്നെ ലിപ്പ് ലൈനൊക്കെ വെച്ചിട്ട് ഞാൻ ഇടുമ്പോൾ എനിക്ക് നന്നായിട്ട് മാച്ച് ചെയ്യും കേട്ടോ. പിന്നെ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഇടുന്ന ലിപ്സ്റ്റിക്കും കൂടിയാണ്. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിൽ കാണുന്ന പോലെയല്ല, നല്ല ഞാൻ ലിപ്പ് ലൈനറൊക്കെ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ നല്ല ഗ്ലോസി ആയിട്ട് ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ ലിപ്സ്റ്റിക്ക്. ഇതൊരു മേബലൈൻ്റെ ലിപ്പി പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. നല്ല രസമുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ഒരു ഷെയ്ഡാണ്. പിന്നെ ഞാൻ സത്യത്തിൽ വാങ്ങിയത് ഇതാണ് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് വാർഡ്രോബിൻ്റെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ പെട്ടെന്ന് ആരും കാണാതെ ബാത്റൂമിൻ്റെ ഒക്കെ ആ പോണ ഭാഗത്ത് ഇങ്ങനെ ബാട്ടവൽ കൊളുത്തിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ എപ്പോഴും ഞങ്ങൾ ബാട്ടവൽ എപ്പോഴും എവിടെ ഉണ്ടാവുക, ഞങ്ങൾ ബെഡിലായിരിക്കും ബാട്ടവൽ ഉണ്ടാവുക. കറക്റ്റ് ഇടാനൊരു സ്ഥലമില്ല കേട്ടോ. അപ്പോൾ ബാട്ടവൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഹുക്ക് വെക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. ഗമ്മുള്ള ടൈപ്പ് ഹുക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറിച്ച് മാറ്റുമ്പോഴൊക്കെ ആ ഗമ്മ് അവിടെ ഇങ്ങനെ ഉണ്ടാവില്ലേ, അപ്പോൾ നമ്മൾ ഈ വാർഡ്രോബൊക്കെ നശിച്ചു പോകില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഹുക്ക് തിരഞ്ഞ് ഈ ഒരു ടൈപ്പ് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വലിച്ചു നോക്കിയപ്പോഴൊക്കെ പറഞ്ഞു വരുന്നില്ല, ഇങ്ങനെ നീങ്ങുന്നുണ്ട്. പക്ഷെ നമുക്ക് വലിയ കുഴപ്പമില്ലല്ലോ, നമ്മളിപ്പോൾ ഇങ്ങനെ പിടിച്ച് വലിച്ചു നോക്കൊന്നുമില്ലല്ലോ. അപ്പോൾ നല്ല എന്താ പറയുക, നല്ല ക്വാളിറ്റി ഉള്ള സാധനമായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. ഞാനിപ്പോൾ കുറച്ച് ദിവസം മുമ്പത്തെ വീഡിയോ അല്ലേ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് തോന്നി കേട്ടോ. പിന്നെ ഞാൻ കുളിച്ച് ഡ്രസ്സ് മാറി മക്കളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, വീട്ടിലേക്ക് ഉമ്മയൊക്കെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരത്തെ ഞാൻ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് സ്കൂളിലെത്തും കേട്ടോ. അപ്പോൾ ആ ടൈമിൽ ഞാൻ വീഡിയോ കോളൊക്കെ ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. കാറിന് മുന്നിൽ എന്താണ് ഈ ഒരു കൊന്തമാലയും കുരിശും ഒക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും.
ഇതെൻ്റെ കാറല്ല കേട്ടോ, ഇത് സുജീൻ്റെ കമ്പനിക്കാരാണ്. കമ്പനിക്കാർ സുജീൻ്റെ GM ആണ് കേട്ടോ യൂസ് ചെയ്യണത്. അപ്പോൾ അവരെ കാറാണ് എനിക്ക് തൽക്കാലം യൂസ് ചെയ്യാൻ വേണ്ടി തന്നതാണ്. എൻ്റെ കാറ് സുജീൻ്റെ ഫ്രണ്ട് യൂസ് ചെയ്തപ്പോൾ ചെറുതായിട്ടൊന്ന് ആക്സിഡൻ്റ് ആയി എന്ന് പറയുമ്പോൾ ഒന്ന് ചെറുതായിട്ട് എവിടെയോ തട്ടിയിട്ട് കാറിന് ചെറുതായിട്ട് എന്താ പറയുക ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ഷോറൂമിലാണ് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ വേറെ കാറില്ലേ എന്നുള്ളത്. പക്ഷേ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയതക്കത്തോളം ഇവിടെ വേറെ കാറില്ല. എല്ലാം ഓഫ് റോഡ് പർപ്പസിന് വേണ്ടിയിട്ട് സുജിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കാറാണ്. പിന്നെ കുറച്ച് വലിപ്പം കൂടുതലുള്ള കാറാണ്. എനിക്ക് അങ്ങനെയൊന്നും യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ അല്ലാത്ത കാറുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കാർ എനിക്ക് തന്നതാണ് കേട്ടോ. പിന്നെ ഈവനിങ് ആയപ്പോൾ നീനൂട്ടി വന്നിട്ടുണ്ടായിരുന്നു. അവൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അവൾക്ക് അവിടെ യൂണിഫോമായിട്ട് വൈറ്റ് ഷർട്ട് മാത്രമല്ലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവൾക്ക് അർജൻറ്റായിട്ടൊരു വൈറ്റ് ഷർട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ അവൾ ഒരു വൈറ്റ് ഷർട്ട് ഇങ്ങോട്ടേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇട്ട് നോക്കുകയാണ് കേട്ടോ അവൾ. അപ്പോൾ കറക്റ്റ് സൈസാണ്, പക്ഷെ ഇച്ചിരി വലിപ്പം കുറവുണ്ടോ എന്നൊക്കെ ഇങ്ങനെ, അതായത് ഇൻസൈഡ് ചെയ്യണമല്ലോ, അപ്പോൾ അതൊക്കെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യണം. അപ്പോൾ വലിയ കുഴപ്പമില്ല ഇടാം എന്നൊക്കെ ഉള്ള രീതിയിൽ. പിന്നെ നമുക്ക് ഫുൾ കൈ വേണം, അപ്പോൾ 3/4 ആയാൽ കുഴപ്പമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കിയായിരുന്നു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ഉറപ്പിച്ചു റിട്ടേൺ ആക്കണ്ട എന്നൊക്കെയുള്ള രീതിയിൽ നോക്കുകയാണ് കേട്ടോ. ഇത് ഇവരെ സ്വിമ്മിങ് ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇന്നലെ വാങ്ങി വെച്ചതാണ്, പക്ഷേ ഇന്നാണ് കേട്ടോ അവർ ഇട്ട് നോക്കാനും ഇതിനൊക്കെ കൂട്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ഫിറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ബാക്കി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു, അതും കൂടിയൊക്കെ പിന്നെ ഓൺലൈനിലും പിന്നെ ഒക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഓരോ രണ്ടാളതും ഒക്കെ ഓരോ സിപ്പ് ലോക്കിലൊക്കെ ആക്കി സ്കൂളിൽ പോകാൻ തക്കത്തോണമൊക്കെ 2 ബാഗിലൊക്കെ ആക്കിയിട്ട് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓലെ PT പീരീഡാണ് അവൾക്ക് സ്വിമ്മിങ് ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ സ്വിമ്മിങ്ങിനുള്ള കുട്ടികളെ PT പീരീഡ് കൊണ്ടുപോകും. സ്വിമ്മിങ്ങിന് ഇല്ലാത്ത കുട്ടികൾ PT പീരീഡ് എന്താണോ ചെയ്യിപ്പിക്കുക അങ്ങനെയാണ് അവരെ ചെയ്യിക്കുക കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇവരെ കാര്യങ്ങൾ. പിന്നെ അന്നത്തെ ദിവസം ഞാൻ പ്രത്യേകിച്ച് ഫുഡ് കഴിക്കണമൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ സത്യം പറഞ്ഞില്ല, ഞാൻ അതും ഇതൊക്കെ കഴിച്ച് ഇങ്ങനെ നടന്നിട്ട് ഞാൻ പ്രോപ്പറായിട്ടൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ നോർമൽ ഫുഡ് തന്നെ കഴിച്ചു തുടങ്ങിയതുകൊണ്ട് എനിക്ക് കീറ്റോ എന്നുള്ള രീതിയിൽ വീഡിയോ എടുക്കാൻ മടിയായിട്ട് ഞാൻ എടുത്തിട്ടില്ല. ഇതൊക്കെ പിറ്റേ ദിവസത്തെ ഒരു വീഡിയോസാണ് കേട്ടോ. ഞാൻ പിന്നെ വീഡിയോ എടുത്തതുകൊണ്ട് ഇതെല്ലാം എഡിറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് ഇട്ട് അവസാനിപ്പിക്കാം എന്നുള്ള രീതിയിലാണ്. ഇനി നോർമൽ ഡയറ്റ് ഉള്ള രീതിയിൽ തുടങ്ങാം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാനുള്ളത്. അപ്പോൾ അത് 56ാമത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് എടുത്ത് വെച്ച വീഡിയോയിലെ ലാസ്റ്റ് വീഡിയോ ആണ്. ഇനി നാളെ മുതൽ ഇടുന്ന വീഡിയോയിലൊക്കെ ഞാൻ പ്രോപ്പറായിട്ട് ഡയറ്റ് ചെയ്ത് നോർമൽ, അതായത് കീറ്റോ ഡയറ്റ് അല്ല കേട്ടോ, നോർമലായിട്ട് ഡയറ്റ് ചെയ്തിട്ട് ഉള്ള വെയിറ്റും കാര്യങ്ങളൊക്കെ കാണിച്ച് നോർമലായിട്ട് ഡയറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇനി മുതൽ ഉണ്ടാവുക. എങ്ങനെയെങ്കിലുമൊക്കെ ഒരു 70 എത്തിക്കണം എന്ന്, 70 അല്ല, ഒരു 79 78 ഒക്കെ കാണണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അത് കഴിഞ്ഞിട്ട് ഡയറ്റ് നിർത്തണം എന്നൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു അഭിലാഷം. എൻ്റെ കാക്കയും നയനൊക്കെ ഡയറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അവരെ കൂടെ പിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ കീറ്റോ ചെയ്യാൻ. എനിക്ക് പറ്റിയില്ല കേട്ടോ. അപ്പോൾ കീറ്റോ ചെയ്യുന്നില്ലെങ്കിൽ കൂടി ഞാനിങ്ങനെ നോർമൽ ഡയറ്റ് ചെയ്തിട്ട് വെയിറ്റ് കൂടാണ്ട് വെയിറ്റ് കുറക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ ട്രൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ സുജിത മക്കളൊക്കെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്ത് വന്ന ടൈമിൽ നല്ല പൊരിച്ചപത്തിരിയും ചിക്കൻ കറിയൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് ചേച്ചി ഇല്ലാത്ത ഒരു ദിവസമാണ് കേട്ടോ. ചേച്ചി പെട്ടെന്ന് ലീവായിട്ടുണ്ട്. അപ്പോൾ സുജി പറഞ്ഞു ഇന്ന് പ്രത്യേകിച്ച് ഫുഡൊന്നും ഉണ്ടാക്കണ്ട, ഞാൻ വാങ്ങിയിട്ട് വരാം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഞാൻ ക്ലീനിങ് വർക്കൊക്കെ ചെയ്യാം, അങ്ങനത്തെ പണികളൊക്കെ ഒന്ന് ചെയ്ത് നീറ്റാക്കി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്നാണെങ്കിൽ കുറേ ദിവസത്തെ മഴയ്ക്കൊക്കെ ശേഷം അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉള്ളത് ഒരു ദിവസമാണ്. അപ്പോൾ നമുക്ക് കുറേ അലക്കാനും എന്താ പറയുക വിരിച്ചിടാനും കുറേ ദിവസത്തെ ഉണങ്ങി കിട്ടാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ തന്നെ തലേന്നത്തൊക്കെ നല്ല രീതിയിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഉണങ്ങിയതൊക്കെ ഒന്ന് ആദ്യം എടുത്തിട്ടു. മഴ വരുമ്പോൾ അതൊക്കെ ഒന്ന് നനഞ്ഞ് കുതിർന്ന് നിൽക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ രാവിലെ എണീച്ചപ്പോൾ തന്നെ ഞാൻ ഒരു സെറ്റ് അലക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ് കേട്ടോ. ഇവിടെ ഞാൻ ബ്ലാക്ക് വേറെയും വൈറ്റ് വേറെയാണ് അലക്കാനിടുക. അപ്പോൾ അതൊക്കെ ഇനി അവിടെ പെൻഡിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം അതൊക്കെ അലക്കണം. കാരണം ഇത് കുറച്ച് കഴിയുമ്പോഴത്തേന് ഉണങ്ങി കിട്ടും. കാരണം അത്ര
അത്രയും ചൂടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം ഇന്ന് അതൊക്കെ ഒന്ന് സെറ്റാക്കണം എന്നുള്ള ഒരു മൈൻഡ് ഉണ്ട് എനിക്ക്. കാരണം വേറെ പണിയൊന്നുമില്ലല്ലോ. എന്താ പറയുക, അപ്പോൾ കുറച്ചൊന്ന് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ട്. മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വേറെ വലിയ വൃത്തികേടൊന്നുമില്ല. പിന്നെ ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറിയും ബീഫ് പൊരിച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ പണികളൊന്നുമില്ല കേട്ടോ. കുറച്ച് ബീഫ് പൊരിച്ച് ഞാൻ ഇത് ഉച്ചക്കത്തെ വീഡിയോ ആണ്. ബീഫ് പൊരിച്ച് ഞാൻ ഇച്ചിരി എടുത്തിട്ട് കുറച്ച് കക്കരി ഉണ്ടായിരുന്നു, അത് ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷെ കഴിച്ച വീഡിയോ ഇതിന്ന് എൻ്റെ അടുത്ത് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കഴിച്ചത് പാത്രം കഴുകുന്ന വീഡിയോ മാത്രമേ എൻ്റെ അടുത്തുള്ളൂ. അപ്പോൾ അത് ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇഷ്ടംപോലെ മടക്കി വെക്കാനുണ്ട്. അത് കണ്ടില്ലേ, 2 സെറ്റ് തുണി ഉണങ്ങി കിട്ടി. അപ്പോൾ അത് ചൂടോടെ ഞാൻ മടക്കി അത് അങ്ങോട്ട് എടുത്തു വെക്കുകയാണ് കേട്ടോ. ഞാൻ ഈ ഒരു ആവേശത്തിൽ ഇത് മടക്കി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ കിടക്കും കേട്ടോ. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പണിയാണ്. മടക്കി വെക്കണത് എനിക്കിഷ്ടമാണ്, പക്ഷേ ഇത് എടുത്ത് വെക്കുക എന്നുള്ളത് എനിക്കിഷ്ടമില്ലാത്തൊരു പണിയാണ് കേട്ടോ. ഞാൻ ഇത് മടക്കി വെക്കണ കാണിക്കുമ്പോഴൊക്കെ ഞാൻ പറയുന്നൊരു കാര്യമാണ്. മടക്കി വെക്കുന്നത് എനിക്കിഷ്ടമാണെങ്കിലും എടുത്തു വെക്കണം എനിക്കിഷ്ടമില്ല. എന്താ ഇപ്പോൾ ചെയ്യാല്ലേ. പിന്നെ ഇതാ ഞാൻ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തില്ല. മക്കളെ കൊണ്ടുവരുന്നതോ കാര്യങ്ങളൊക്കെ ഞാനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ ഞാൻ രാത്രി കുറേ മാങ്ങയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെയാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നാളെ മുതൽ ഞാൻ പ്രോപ്പറായിട്ട് ഡയറ്റൊക്കെ ചെയ്ത് അതിൻ്റെ വീഡിയോസൊക്കെ ആയിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നാളത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വരും വരെ ബൈ.